വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കോട്ടയം വ്ളോഗാണ്. കോട്ടയത്ത് വന്നിട്ട് ലുലുലു പോയില്ലെങ്കിൽ അത് മോശമാവില്ല അല്ലേ തോമു? ഞങ്ങൾ ലുലുലു പോവാണ്. ചാക്കോച്ചനെ കൊണ്ടുപോകണില്ല, ഞാനും തോമും മാത്രമേ പോകുള്ളൂ. അച്ഛനവിടെ വെയിറ്റിംഗാണ് കേട്ടോ. ഓട്ടോയ്ക്ക് വിളിച്ചിട്ട് വെയിറ്റിംഗാണ് ഞങ്ങൾ. ആദ്യം ഞങ്ങൾ ഊബർ പിടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അച്ഛൻ പറഞ്ഞു ഊബറിനൊക്കെ എന്തിനാ പോകണം, ഓട്ടോയ്ക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് നിൽക്കുകയാണ്. ശരിക്കും ഊബറിനും ഓട്ടോയ്ക്കും സെയിം റേറ്റാണ്. എന്താ കുട്ടൻസൊന്നും എനിക്കറിയില്ല. എനിക്ക് ഊബറാണ് ഒന്നും കൂടെ ഇൻട്രസ്റ്റ് വിത്ത് തോമു. തിരിച്ചു വരുമ്പോൾ ഊബർ പിടിച്ചിട്ട് വരാം അല്ലേ തോമു? സേ ബായ്. എവിടെയാ പോണേ? യാ ഗോയിങ് ഫോർ ലുലു. ഗോയിങ് ടു ലുലു, ഗോയിങ് ഫോറായി. റണ്ണിങ് ന്യൂസ് എനിക്ക് നിന്നിട്ടില്ല, ക്ഷീണമുണ്ട് നല്ല പോലെ. പിന്നെ ഉറങ്ങി തീർക്കുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. നമ്മളെവിടെയാ പോണേ? ലുലുവിൽ മാത്രമേ പോണുള്ളൂ, സിനിമയ്ക്ക് പോണില്ല കേട്ടോ. പൈസ ഇല്ല, അമ്മയ്ക്കും തോമനും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലുലുവിൽ മാത്രമേ പോകണുള്ളൂ. കോട്ടയത്ത് വന്നിട്ട് ലുലുവിൽ പോയില്ലെങ്കിൽ മോശമല്ലേ. സോ ഈവനിങ് ആയി, ഞങ്ങൾ രാവിലെ പോകാനിരുന്നതാണ്. പക്ഷെ വയ്യാണ്ടായി, എനിക്കൊട്ടും വയ്യ, ഉറക്കായിരുന്നു. ഫുൾ ഉറങ്ങി തീർത്തു ഞാൻ. തോമു ബായ്. ഇവിടെ വാ, അവിടെ ഡോഗ് ഉണ്ട് കേട്ടോ. തോമു കയറി വാ. തോമു എവിടെയാ പോണേ? അപ്പോൾ നമുക്ക് പോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും തോമും അച്ഛനും കൂടെയാണ് പോണത്. അച്ഛൻ ഇടയ്ക്ക് അതിനായിട്ടിടയിൽ ഇറങ്ങും, ഞാനും തോമും മാത്രമേ പോകുന്നുള്ളൂ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓട്ടോ പിടിച്ച് പോകുന്ന സ്ഥിതിക്ക് അച്ഛനും കൂടെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അച്ഛൻ മനസ്സിലായപ്പോൾ കലിപ്പ് ലുക്കിൽ നിൽക്കുകയാണ്. റോഡ് ഫുൾ ബ്ലോക്കാണെന്ന് ആ ചേട്ടൻ പറഞ്ഞിരുന്നു. ക്രിസ്മസിൻ്റെ നല്ല തിരക്കുണ്ട് ഈ വർഷമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ വടവാതൂർ വെൽഫാസ്റ്റ് എത്തിയപ്പോൾ തോമുന് ഇപ്പോൾ ഇതിൽ പോകുമ്പോൾ അറിയാം ചാക്കോച്ചനുണ്ടായ ഹോസ്പിറ്റലാണ്, ചാക്കോച്ചൻ ബേബീനെ ഇവിടെ കിട്ടിയെന്നൊക്കെ നമ്മളോട് പറയും കേട്ടോ. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ കാണുമ്പോൾ ഒരു ഡൊസ്റ്റാണ്, വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ. അങ്ങനെ അവിടെയാണ് ചാക്കോച്ചനുണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ചേട്ടൻ ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയും ബ്ലോക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ലുലുവിൽ പോകാനായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഈ സൈഡിൽ കാണുന്ന ബ്ലോക്ക്. അതായത് വണ്ടി അങ്ങോട്ട് കയറുന്നതും അതുപോലെ അവിടുന്ന് എക്സിറ്റ് അടിച്ച് വരുന്നവരുടെ തിരക്കായിരുന്നു ഫുൾ കേട്ടോ. അവിടെ കോടിപാത കഴിഞ്ഞിട്ടാണ് വരുന്നത്. മണിപ്പുഴയാണോ എന്ന് എനിക്കൊരു ഓട്ടോയിൽ പോയിട്ട് അങ്ങനെ സ്ഥലപ്പേരൊന്നും നോക്കിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്കിൻ്റെ കാര്യം കണ്ടോ, അത് അങ്ങോട്ട് കയറാനുള്ള തിരക്കാണ്, അതുപോലെ അപ്പുറത്ത് ഇറങ്ങാനുള്ള ഒരു തിരക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഒരു ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല, നല്ല ക്രൗഡാണ് കേട്ടോ അകത്ത്. അപ്പം ആ ചേട്ടൻ ഞങ്ങളെ അകത്ത് തന്നെ കൊണ്ടുവിട്ടു. എന്തായാലും കോട്ടയംകാർക്ക് സന്തോഷവും അതുപോലെ അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ് കേട്ടോ ലുലു വന്നത്. നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സമാധാനത്തിൽ ഒന്നും കാണാൻ പറ്റിയില്ല ഈ പറഞ്ഞ തിരക്ക് കാരണം. ഞാൻ വിചാരിച്ചു തോമു അലമ്പാക്കിയിട്ട് ഞാൻ പോയതിൽ സ്പീഡിൽ തിരിച്ച് വരേണ്ടി വരുമെന്നാണ്. പക്ഷെ തോമു വളരെ നല്ല കുട്ടിയായിട്ട് സഹകരിച്ച് നിന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു അധികം വിശദമായിട്ട് അവരെ കാണിച്ചൊരു വഴക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ് ഹൈപ്പർ മാർക്കറ്റ് ഫുൾ നടന്നുകൊണ്ടാ ഞാനും തോന്നും. മുകളിലോട്ട് ലുലു കണക്റ്റിലൊന്നും പോയിട്ടില്ല. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, കാരണം അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ്. അപ്പോൾ നമ്മുടെ കേബിൾ HD ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് TV നമ്മുടെ പണ്ടത്തെ LED TV തന്നെയാണ്, പക്ഷേ സൈസ് കുറവാണ്. അപ്പോൾ ഞാൻ ഓർത്തു വലിയ, അതായത് 42 ഇഞ്ചസിൻ്റെ വാങ്ങിച്ചാലോ എന്ന് എൻ്റെ മനസ്സിൽ, അതായത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ അമ്മ സമ്മതിക്കണില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ TV കാണാവുന്നതുള്ളൂ, ആ TVക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. സംഭവം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്കൊരാഗ്രഹം യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആമസോൺ മറ്റേ ഇത് ഫയർ സ്റ്റിക്ക് ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും വൈഫൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അധികം തോമിനെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാകത്തോണ്ട് 10 എണ്ണത്തിന് താഴെയുള്ള സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ എക്സ്പ്രസ് കൗണ്ടറിലാണ് നിന്നത്. എനിക്ക് മെയിൻലി തോമിന് ഡയപ്പർ ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കണമായിരുന്നു രാത്രി ഉപയോഗിക്കാനായിട്ട്. രാവിലെ എനിക്ക് ആവശ്യമില്ല, ഞാൻ ആക്ച്വലി തോമിന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ തോമും ഒക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെൻറ്റ് ഇതാണ്. അപ്പം ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാം വളരെ വൃത്തിയായിട്ട് 1 by 1 അതിൻ്റെ ബാക്ക് ടു ബാക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു ഡോൺജാനെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. അതായത് അത്രയ്ക്കും ഒരു
ഇതായിട്ട് അവൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവന് ഒരാൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതും പിന്നെയും ബില്ലടിക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അത് ബില്ലടിക്കാൻ വെക്കണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ബില്ലടിക്കണം, ബില്ലടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് ഓൾറെഡി ബില്ലടിച്ചതാണ്, അവർക്കറിയാമല്ലോ. അങ്ങനെ ബൈ ബൈ ചേച്ചിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് തൂമ്പിന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായത് ലുലുവിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ട്രീ ആണ് ഏറ്റവും ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ. എനിക്ക് കേരളത്തിലാണോ ഇന്ത്യയിലാണോ ഒന്നും എനിക്കറിയില്ല. എനിവേ ഇതൊരു ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ്. സോ അവിടെ നിന്നിട്ട് തൂമ്പിന് കുറച്ച് ഫോട്ടോസ് എടുത്തു. തൂമ്പ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് തന്നെ അപ്പേനെ കാണിക്കാനായിട്ടാണ്. അപ്പയ്ക്ക് മെസ്സേജ് അയച്ച് കൊടുക്കണേ അമ്മ എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ കാണുമ്പോൾ ഒരുതരം സന്തോഷമാണ്. അതിന് എത്രത്തോളം അപ്പയായിട്ട് അറ്റാച്ച്ഡ് ആണെന്നുള്ളതിനൊരു ഒരു റിസൾട്ടാണല്ലോ. ചാക്കോച്ചനായാലും ഇന്ന് വീഡിയോ കോൾ കണ്ടപ്പോൾ ചാക്കോച്ചനാണ് കരഞ്ഞത് അപ്പേനെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബ്ലോക്ക് തിരിച്ചിറങ്ങിയപ്പോൾ അതിനേക്കാളും വലിയ ബ്ലോക്കായിരുന്നു റോഡിൽ. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ വേഗം കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ ചേട്ടൻ ചോദിച്ചൊരു കാര്യം ചെയ്യുക, അതായത് ഈ ഒരു ജംഗ്ഷനിൽ നല്ല തിരക്ക്, ഞാൻ പറഞ്ഞു കൊച്ചിനെ മടിയിലോട്ട് കിടത്തുമോ, അതിന് കൊച്ചിന് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട ചേട്ടാ, ഉള്ള ബ്ലോക്കിൽ പോവുകയാണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. പക്ഷേ തൂമ്പുകൊണ്ടം കിടന്ന് ഉറങ്ങി വളരെ, അതായത് മാക്സിമം ഒരു 10 മിനിറ്റ് ഉറങ്ങി കാണും. എനിക്കെന്തോ ആ ചേട്ടൻ പറഞ്ഞ എക്സ്ക്യൂസിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവർ കൊടുത്ത ലോലിപ്പോപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തോമു. ചാക്കോച്ചനോട് ചോദിക്കുക ലോലിപ്പോപ്പ് വേണോ മിഠായി വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ ഇപ്പോൾ ഈ കർട്ടൻ എല്ലാ കർട്ടൻ്റെ ബാക്കിൽ നിന്നിട്ട് ഒളിച്ച് കളിക്കാനാണ്. അപ്പോൾ അത് അച്ഛനോട് രാത്രി ഗോതമ്പ് ദോശ കഴിക്കുകയാണ്. അപ്പോൾ അത് ചാക്കോച്ചൻ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കൊടുക്കുക കഴിക്കുക. അപ്പോൾ ഇത് ഡ്രസ്സൊക്കെ അമ്മ ഇവിടെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. എന്നോട് ലഗേജ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് തോമൂനും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചാക്കോച്ചൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ തോമിൻ്റെ ശ്രദ്ധ മാറുമ്പോൾ ചാക്കോച്ചൻ ഓടിപ്പോയി ലോലിപ്പോപ്പ് എടുത്തിട്ട് വരും. അപ്പോൾ തോമു അവിടെ കിടന്ന് കരയും. ചാക്കോച്ചൻ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല വില്ലാളി വീരൻ തന്നെയാണ്. തോമുവിനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ചാക്കോച്ചൻ്റെ മെയിൻ ഹോബി കേട്ടോ. ചില സമയത്ത് എനിക്ക് തോമുവിനെ പാവത്തൊന്ന് ഒരെണ്ണം തിരിച്ച് കൊടുത്താൽ പോരാടാ നിൽക്കുന്നത് ഞാൻ മനസ്സിൽ വിചാരിക്കും, നമ്മൾ പറയില്ല. അങ്ങനെ ഞാൻ ലോലിപ്പോപ്പ് വാങ്ങിച്ചിട്ട് തോമുവിനോട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പാട് റംബൂട്ടാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിൻ്റെ കറയാണ് കേട്ടോ. പണ്ട് ഇവിടെ ഒരു ഡ്രോയർ ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിൻ്റെ കറ അങ്ങനെ വീണു. അപ്പോൾ അതേ അച്ഛനൊരു ചെടിയൊക്കെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ജയ് വെക്കലാണ്. അപ്പോൾ തോമു അച്ഛനോട് അമ്മയോട് വന്നിട്ട് പരാതി പറയുകയാണ്, പാപ്പ എൻ്റെ മിഠായി എടുക്കണു, അതെടുക്കണു, ഇതെടുക്കണു എന്നൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ തോമു മാറിയ ഗ്യാപ്പിൽ തോമുവിന് ഫോൺ വെച്ച് കളിക്കുകയാണ്. ഇത് തോമു രാവിലെ ഫുൾ കുറേ നേരം സേറയുടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അമ്മയുടെ അച്ഛനൂടെ പുറത്തായിരുന്നു ഞാൻ കിടന്ന് നല്ല പോലെ ഉറങ്ങി കേട്ടോ. നല്ല പോലെ ഉറങ്ങിയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഉറങ്ങി. സിട്രസിനൊക്കെ കഴിച്ചിട്ട് ആകെ സെഡേഷനായിരുന്നു എനിക്ക്. അങ്ങനെ പിള്ളേരും അച്ഛനുമായിട്ടുള്ള കളികളാണ് ഫുള്ള്. അപ്പോൾ തോമുനായാലും ഞാൻ അതായത് ഇവർക്ക് 2 പേർക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് വാശിയാണ്. അപ്പോൾ തോമുനെ ഞാൻ അകത്ത് കയറ്റിയാൽ ഓട്ടോമാറ്റിക്കലി ചാക്കോച്ചന് കയറും, പക്ഷേ ചാക്കോച്ചൻ തന്നെ ഇറങ്ങി പോവാണ്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ച സാൻഡ്വിച്ചാണ് കേട്ടോ. 40 രൂപയുടെ ഒരു മയോണൈസ് സാൻഡ്വിച്ചും പിന്നെ സ്വീറ്റ് കോൺ സാലഡും 36 രൂപയും 40 രൂപ കേട്ടോ. അങ്ങനെ അത് കഴിച്ച് തൃപ്തിപ്പെടാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. നിങ്ങൾക്കറിയാലോ ഇവിടെ എല്ലാം വളരെ നേരത്തെയാണ് ഭക്ഷണമൊക്കെ. എന്നിട്ട് അവർ നേരത്തെ കിടന്ന് ഉറങ്ങുക ആണ് പതിവ്. ഞങ്ങൾ വരുമ്പോൾ അതൊന്നുമില്ല, പാതിരാത്രിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതേ അച്ഛൻ പിള്ളേരുമായിട്ട് ആന കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചാക്കോച്ചൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതെടുത്തിട്ട് തന്നെ വെക്കാനുള്ള ട്രൈയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2 പേരെ കുളിപ്പിച്ചു. മരുന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ചാക്കോച്ചൻ. ഈ പറഞ്ഞതുപോലെ ഡോക്ടർ 2 വീക്സിനാണ് മെഡിസിൻ എഴുതിയിരിക്കുന്നത്, ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങളും ഒക്കെ, ശ്വാസമുട്ടലും ഒക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ കുളിപ്പിക്കണം. അങ്ങനെ ആദ്യം തോമുവിനെ ഒന്ന് സെറ്റാക്കിയത് തോമു ന്യൂസ് കാണുകയാണ്, ബിഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞത് ചാക്കോച്ചനെ കുളിപ്പിച്ച് 2 പേരെ ഡ്രസ്സ് മാറ്റിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ലീലമ്മ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തോമു ചാക്കോച്ചനോട് പറയുകയാണ് വേഗം ഉറങ്ങ്. അപ്പം ഉമ്മയൊക്കെ കൊടുക്കുകയാണ്, ഗുഡ് നൈറ്റ് കിസ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ഉറങ്ങില്ല എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പറഞ്ഞു ഞാനേ അവന് ഫോണിൽ വെച്ച് കൊടുക്കുക, അപ്പോൾ അവനോട് മിണ്ടാണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഐഡിയ തരുകയാണ് നമ്മുടെ തോമു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചൻ പറയണം പാപ്പീനെ കാക്ക കട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ പേപ്പൻ്റെയും അക്കിയുടേന്നും ചേച്ചിയുടേന്നും കിട്ടിയിട്ടുള്ള ഡയലോഗ്സാണ് കേട്ടോ. അങ്ങനെ
എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല തോമു അവിടെ മിണ്ടാണ്ടിരിക്കും കേട്ടോ. തോമുവിനെ സംബന്ധിച്ച് തോമു വളരെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒക്കെ അറിയാം. ദേ ആ പച്ച എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് പഠിച്ചു, അപ്പയ്ക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ അമ്മേനെ കാണിക്കുക. എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഈ നൈറ്റ് ഡ്രസ്സ് ഇഷ്ടമായി. കളർ കോമ്പോ, അവൻ ഇതുവരെ ഇല്ലാത്തൊരു കളർ കോമ്പോ. അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. എനിക്ക് ആരെങ്കിലും ഒരാളെ ഒതുക്കണം ആദ്യം, അല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി ആ ടേബിളിൽ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ ഞാൻ ദേ തോമുവിനെ ഒരു സൈഡ് ഉറക്കി, ചാക്കോച്ചനെ ദേ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടത്തിയേക്കാണ് കേട്ടോ. അച്ഛൻ ഹോളിൽ വന്ന് കിടക്കുകയാണ്, ചാക്കോച്ചനും അമ്മയും റൂമിൽ കിടക്കുകയാണ്. ദേ തോമു എൻ്റെ കൂടെ റൂമിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇത് ഞങ്ങൾ ലുലു മോളിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോസാണ്. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഒരുപാട് സന്തോഷം വന്ന് വർത്തമാനം പറഞ്ഞാലും ഭയങ്കര റഷായതുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ തോമു എടുത്താണ് കേട്ടോ എനിക്ക് വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കെന്തോ എന്നെ കണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. തോമുവിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കാൻ പറ്റി. അതിനേക്കാളും വലിയതായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പറയുന്നത് കേട്ട് അവൻ എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാവും എന്ന് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. പക്ഷേ ഞാൻ വളരെ നല്ല കുട്ടിയായിട്ട് എന്നോട് സഹകരിച്ച് നിന്നു. അപ്പ വന്നിട്ട് ടോയ്സ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടനുള്ള ബോംബ് ആദ്യം പറഞ്ഞു ഡോൺ ചേട്ടനോട്. അങ്ങനെ ഇന്നൊരു നല്ലൊരു ഈവനിങ് അങ്ങനെ കഴിഞ്ഞു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.